ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള ഒരു പോമാണ്. ഈ പോമിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ്സ് ഞാൻ പറഞ്ഞു തരാം. പേപ്പർ ബോട്ട്. ഡേ ബൈ ഡേ, ഓരോ ദിവസവും ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ്, എൻ്റെ പേപ്പർ ബോട്ട്സ് ഞാൻ ഒഴുക്കും. വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിങ് സ്ട്രീം, ഒഴുകുന്ന അരുവിൽ ഓരോന്നോരോന്നായി ഓരോ ദിവസവും എൻ്റെ പേപ്പർ ബോട്ട് ഞാൻ ഒഴുക്കും. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്, വലിയ കറുത്ത അക്ഷരത്തിൽ ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം, അതിൽ എൻ്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ നെയിം ഓഫ് ദ വില്ലേജ് വെയർ ഐ ലിവ്, ഞാൻ ജീവിക്കുന്ന എൻ്റെ വില്ലേജിൻ്റെ പേരും ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് സം വൺ ഇൻ സം സ്ട്രേഞ്ച് ലാൻഡ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതോ ഒരാൾ ഏതെങ്കിലും അറിയാത്ത നാട്ടിൽ നിന്നും വിൽ ഫൈൻഡ് ദം, അവ കണ്ടെത്തും. ആൻഡ് നോ ഹൂ ഐ ആം, എന്നിട്ട് അറിയും ഞാൻ ആരാണെന്ന്. ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട്സ് വിത്ത് ഷൂലി ഫ്ലവർ ഫ്രം അവർ ഗാർഡൻ, ഞങ്ങളുടെ ഗാർഡനിൽ നിന്നും ഷൂലി ഫ്ലവർ എൻ്റെ ബോട്ട് മുഴുവൻ ഞാൻ നിറച്ചു. ആൻഡ് ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ദാറ്റ് ദീസ് ബ്ലൂംസ് ഓഫ് ദ ഡോൺ, ഈ പ്രഭാതത്തിൻ്റെ മൊട്ടുകൾ വിൽ ബി ക്യാരിഡ് സേഫ്ലി, അവ സുരക്ഷിതമായിട്ട് എത്തിച്ചേരും. ടു ലാൻഡ് ഇൻ ദ നൈറ്റ്, ഏതെങ്കിലും ഒരു ലാൻഡിൽ അന്ന് രാത്രി തന്നെ. ഐ ലോഞ്ച് മൈ പേപ്പർ ബോട്ട്, എൻ്റെ പേപ്പർ ബോട്ട് ഞാൻ വിക്ഷേപിച്ചു. ആൻഡ് ലുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ, എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കി. ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ്സ്, ഞാൻ കാണുന്നു ലിറ്റിൽ ക്ലൗഡ്സ്, ചെറിയ മേഘങ്ങൾ. സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽസ്, അവ വെളുത്ത കപ്പലുകൾ ഒരുക്കുന്നത് ഞാൻ കാണുന്നു. I know not what playmate of mine in the sky sends them down the air to race with my boats, എൻ്റെ ബോട്ടിൻ്റെ കൂടെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകാശത്ത് നിന്ന് അവയെ താഴേക്ക് ഇറക്കുന്നത് എൻ്റെ ഏത് പ്ലേമേറ്റ്, എൻ്റെ കളിക്കൂട്ടുകാരനാണെന്ന് എനിക്ക് അറിയില്ല. വെൻ നൈറ്റ് കംസ്, രാത്രിയായപ്പോൾ ഐ bury my face in my arms, എൻ്റെ കൈകൾ കൊണ്ട് മുഖമൊന്ന് മറച്ചു. ആൻഡ് ഡ്രീം, എൻ്റെ സ്വപ്നങ്ങളെയും. That my paper boats float on and on under the midnight stars, അപ്പോൾ സ്വപ്നത്തിൽ എന്താ കാണുന്നത്? എൻ്റെ പേപ്പർ ബോട്ട് ആകാശത്തിലുള്ള മിഡ് നൈറ്റ് സ്റ്റാറിനും താഴെ ഇങ്ങനെ ഒഴുകി കളിക്കുന്നത് പോലെ കാണുകയാണ്. The fairies of sleep are sailing in them, ഉറക്കത്തിൻ്റെ ദേവതമാർ അതിലിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാഡിങ് ഈസ് ദെയർ ബാസ്കറ്റ്സ് ഫുൾ ഓഫ് ഡ്രീംസ്, അവർ ആ ബോട്ടിൽ എന്തൊക്കെ നിറച്ചിട്ടുണ്ട്? ഫുൾ ഡ്രീംസ്, സ്വപ്നങ്ങളുടെ ഒരു ബാസ്ക്കറ്റ് തന്നെ ആ ബോട്ടിൽ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഹോംവർക്ക് ഉണ്ട് ഈ പോമിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഏതാണെന്ന് നോക്കാം. എ ബോയ് ഫ്ലോട്ട്സ് പേപ്പർ ബോട്ട്സ് എവറി ഡേ ഡൗൺ ദ സ്ട്രീം, ഒരു ബോയ് എല്ലാ ദിവസവും പേപ്പർ ബോട്ട് ആ സ്ട്രീമിൽ ഒഴുക്കും. അടുത്തതോ, ഹി റൈറ്റ്സ് ഹിസ് നെയിം ആൻഡ് ദ നെയിം ഓഫ് ഹിസ് വില്ലേജ് ഓൺ ദ പേപ്പർ ബോട്ട്, ആ പേപ്പർ ബോട്ടിൽ അവൻ്റെ പേരും വില്ലേജിൻ്റെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തതോ, ഹി ഹോപ്സ് ദാറ്റ് സം വൺ ഇൻ സം സ്ട്രേഞ്ച് ലാൻഡ് വിൽ ഫൈൻഡ് ഹിസ് നെയിം, അവന് പ്രതീക്ഷിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും അറിയാത്ത രാജ്യത്ത് നിന്ന് അവൻ്റെ പേര് കണ്ടെത്തിയേക്കാം. അടുത്ത പോയിന്റ്, ദ ബോയ് ലോഡ്സ് ദ ബോട്ട് വിത്ത് ഷൂലി ഫ്ലവേഴ്സ്, ഷൂലി ഫ്ലവേഴ്സ് ആ ബോട്ടിൽ നിറച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഫ്ലവേഴ്സ് ബ്ലോസം അറ്റ് ഡൗൺ, പ്രഭാതത്തിൽ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാണ്. അടുത്തതോ, ദ ബോയ് ഹോപ്സ് ദാറ്റ് ദ ഫ്ലവേഴ്സ് വിൽ റീച്ച് ദ ലാൻഡ് അറ്റ് നൈറ്റ്, കുട്ടി പ്രതീക്ഷിക്കുകയാണ് ഫ്ലവേഴ്സ് ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഒരു കരയിലേക്ക് എത്തിച്ചേരുക. അടുത്തതെന്താ, ദ ബോയ് സീസ് ലിറ്റിൽ ക്ലൗഡ്സ്, ബോയ് കാണുകയാണ് ലിറ്റിൽ ക്ലൗഡ്സ്, കുഞ്ഞു മേഘങ്ങൾ. ഗെറ്റിംഗ് റെഡി ടു സെയിൽ, ഒഴുകുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഹി വണ്ടേഴ്സ്, അവൻ അത്ഭുതപ്പെടുന്നു. വിച്ച് ഫ്രണ്ട് ഓഫ് ഹീസ്, ഏത് ഫ്രണ്ടാണ് ഈ സെൻഡിങ് ദീസ് ക്ലൗഡ്സ്, ഈ ക്ലൗഡ്സിനെ അയച്ചിട്ടുള്ളത്. ടു കോമ്പീറ്റ് വിത്ത് ഹിസ് ബോട്ട്സ്, അവൻ്റെ ബോട്ടുമായിട്ട് മത്സരിക്കുവാൻ. ഇനി അടുത്ത പോയിന്റ് എന്താ, ദ ബോയ് ഈസ് പ്രൗഡ് ദാറ്റ് ഹിസ് ബോട്ട് ഈസ് റെഡി ടു കോമ്പീറ്റ് ഈവൻ വിത്ത് ദ ക്ലൗഡ്സ് സെയിലിംഗ് ഇൻ ദ സ്കൈ, അല്ലെ? ബോയ് അഭിമാനിക്കുകയാണ് കാരണം അവൻ്റെ ബോട്ട് ആകാശത്തിലുള്ള മേഘവുമായിട്ട് മത്സരിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അടുത്ത പോയിന്റ്, അറ്റ് നൈറ്റ്, രാത്രിയിൽ ദ ബോയ് ഡ്രീംസ്, ബോയ് സ്വപ്നം കാണുകയാണ്. ദാറ്റ് ഹിസ് പേപ്പർ ബോട്ട്സ്, അവൻ്റെ പേപ്പർ ബോട്ട് ഫ്ലോട്ട്സ് അണ്ടർ ദ മിഡ് നൈറ്റ് സ്റ്റാർസ്, രാത്രിയിലെ സ്റ്റാർസിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടു. അടുത്ത പോയിന്റ് എന്താ, ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് സെയിൽ ഇൻ ഹിസ് ബോട്ട്സ് ആൻഡ് ദേ ലോഡ് ദ ബോട്ട്സ് വിത്ത് ദ ബാസ്ക്കറ്റ്സ് ഓഫ് ഡ്രീംസ്,
ഇതൊരു ഇമാജിനേഷനാണ് കേട്ടോ. ഫെയറീസ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ മാലാഖമാർ അവൻ്റെ ബോട്ടിൽ യാത്ര ചെയ്യുന്നു. എന്നിട്ടോ ലോഡ് ദ ബോട്ട്സ് വിത്ത് ദ ബാസ്ക്കറ്റ്സ് ഓഫ് ഡ്രീംസ്, അവർ ആ ബോട്ട്സിൽ നിറച്ചിട്ടുണ്ട്. എന്താണ്? ബാസ്ക്കറ്റ്സ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ കൊട്ടകളാണ് ആ ഒരു ബോട്ടിൽ നിറച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ? ദ ലിറ്റിൽ ബോയ് തിങ്സ്, ആ ബോയ് ചിന്തിക്കുകയാണ് ദാറ്റ് ഹിസ് ബോട്ട്, അവൻ്റെ ബോട്ട് വിൽ ക്യാരി ഡ്രീംസ് ഫോർ ദ ഹോൾ വേൾഡ്, ലോകത്തുള്ള മുഴുവൻ സ്വപ്നങ്ങളും വഹിച്ചു കൊണ്ട് വരികയാണ്. ഇവൻ എന്തുപോലും ഫെയറീസ് വിൽ മേക്ക് ദം ദെയർ യാറ്റ്, ഫെയറീസ് ദേവതമാർ പോലും അവരുടെ തോണിയായിട്ട്, അതായത് അവരുടെ ഒരു പായ കപ്പലായിട്ട് ഈ ബോട്ടിനെ അവർ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ബോയുടെ സ്വപ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ഇമാജിനേഷൻ ഉള്ളൊരു കവിതയാണ്. കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി നിങ്ങൾക്ക് 3 കോളം തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. അവ യോജിച്ച് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കുക. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഐ ഫ്ലോട്ട്, ഞാൻ ഒഴുക്കി. എന്താണ് ഒഴുക്കിയത്? മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? ഇനി അടുത്തതോ? ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദാറ്റ് സം വൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ്, ആരെങ്കിലും എൻ്റെ പേപ്പർ ബോട്ട് കാണുമെന്ന്. ഇനി അടുത്തതോ? ഐ ബുറി മൈ ഫേസ് ഇൻ മൈ ആംസ്, ഞാൻ എൻ്റെ മുഖത്തെ കൈകളാൽ മറച്ചു വെച്ചു. ഇനി അടുത്തതോ? ഐ റൈറ്റ് മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്, എൻ്റെ പേര് പേപ്പർ ബോട്ടിൽ ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഇത് 4 നമ്മൾ യോജിപ്പിച്ചു, കറക്റ്റ് സെൻറ്റൻസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് 3 ആക്ടിവിറ്റിയാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് റിസൈറ്റ് ദ പോം പേപ്പർ ബോട്ട് എന്നുള്ള പോം റിസൈറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് റൈറ്റ് ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് ദി പോം ഇൻ യുവർ ഇംഗ്ലീഷ് ബുക്ക്, നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കിലെ മെയിൻ ഇവൻറ്റ്സ് എഴുതുക. മീൻസ് നമ്മളത് എഴുതി കഴിഞ്ഞു, അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതോടൊപ്പം തന്നെ അറേഞ്ച് ദ ഐറ്റംസ് ഇൻ ദ കോളംസ് ആൻഡ് മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസസ്, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ആ സെൻറ്റൻസ് യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മീനിങ് ഫുൾ സെൻറ്റൻസും ആക്കി. അപ്പോൾ ഇന്നത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എഴുതി കഴിഞ്ഞു. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.